ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് നമ്മുടെ സ്റ്റോറി ഹബിൽ ചെമ്മീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. നമുക്ക് ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഉപ്പും വിനാഗിരി ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാനൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണിലും കുറവ് പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളി കൂടെ ചതച്ചതാണ്. ഞാനിവിടെ 2 ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ചെറിയ വെളുത്തുള്ളി എടുത്ത് ചതച്ചതാണിത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 5-10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ചെമ്മീൻ വേവാൻ വയ്ക്കണം. ഒരു 5-7 മിനിറ്റ് വരെ ഇത് വേവിച്ചാൽ മതി. ശേഷം നമുക്ക് വെന്ത ശേഷം നോക്കാം. ചെമ്മീൻ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളി, സവാളയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ സമയത്ത് അരിഞ്ഞു വയ്ക്കണം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ വെന്ത് വരുന്നുണ്ട്, വെള്ളം പറ്റി വരുന്നുണ്ട്. സമയത്ത് നമുക്ക് അടുത്ത അടുപ്പിലേക്കൊരു പാൻ വെച്ചിട്ട് ഉള്ളി വഴറ്റാം. വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്തടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീ മീഡിയം തീയിലേക്ക് മാറ്റണം.
ഫുൾ തീയിട്ടാൽ നമ്മളിട്ടതെല്ലാം കരിഞ്ഞു പോകും. അവിടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ഇത് അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, മതി. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ആ പുളിക്കഷ്ണം അങ്ങ് എടുത്ത് മാറ്റിയേക്കാം കേട്ടോ, ഞാൻ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിവിടെ കിടന്ന് നന്നായി മൊരിഞ്ഞ് വരണം. തീ ചെറു തീയിലേക്ക് ഇട്ടിട്ട് നന്നായി മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം എൻ്റെ തീ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. നന്നായി കിടന്നത് മൊരിയട്ടെ. ഇപ്പോൾ ഇവിടെ നല്ല മണം വരുന്നുണ്ട്, ഫ്രൈ ഏകദേശം ആയി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്ക് വഴറ്റിയ ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷമുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനിട്ട ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്, ഞാനത് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണുവാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.